അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഇന്ന് 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കകാലത്ത് മലബാറിൽ രചിക്കപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ചില മൗലിദുകളെക്കുറിച്ചാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഷേഖ് സൈനുദ്ദീൻ മഖ്ദൂം രചിച്ച മങ്കൂസ് മൗലിദ് നമ്മുടെ വീടുകളിൽ നാം ചൊല്ലുന്നതും നമുക്കെല്ലാം ഏറെ പരിചയമുള്ളതുമാണല്ലോ. എന്നാൽ മൗലിദുൽ മങ്കൂസ് എന്ന പേരിൽ തന്നെ വേറെ 2 മൗലിദുകൾ കൂടി മലബാറിൽ 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ഭാഗത്ത് രചിക്കപ്പെട്ടിട്ടുണ്ട്. അതിലൊന്ന് സമസ്തയുടെ സ്ഥാപക നേതാക്കളിൽ പ്രധാനിയായ വാളക്കുളം അബ്ദുൽ ബാരി മുസ്ലിയാരാണ് രചിച്ചത്. മറ്റൊന്ന് താമരശ്ശേരിയിലെ പോക്കരട്ടി മുസ്ലിയാരുമാണ് രചിച്ചത്. രണ്ടിൻ്റെയും പേര് മൗലിദുൽ മങ്കൂസ് എന്ന് തന്നെയാണ്. പോക്കരട്ടി മുസ്ലിയാർ ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദിൻ്റെ ഉസ്താദും കൂടിയാണ്. ഇതിൽ നിന്ന് നിഷ്പന്നമെന്നോണം ഷെയ്ഖ് ഷംസുദ്ദീൻ എന്നവർ രചിച്ച മൗലിദുൽ അങ്കസ് എന്നൊരു മൗലിദും കൂടി 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ഭാഗത്ത് മലബാറിൽ രചിക്കപ്പെട്ടിട്ടുണ്ട്. ബാവ മുസ്ലിയാർ എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. മൗലിദുൽ അങ്കസ് എന്ന വാക്കിൻ്റെ അർത്ഥം ഏറ്റവും ചുരുങ്ങിയത് എന്നാണ്. അതുപോലെ തന്നെ വളരെ ചുരുങ്ങിയ മൗലിദാണിത്. ഒരു ഹദീസും ഒരു ബൈത്തും, അതുപോലെ തന്നെ വേറൊരു ഹദീസും ഒരു ബൈത്തും ദുആയും ഉൾപ്പെട്ട വളരെ ചുരുങ്ങിയ ഒരു മൗലിദാണ് മൗലിദുൽ അങ്കസ് എന്ന പേരിൽ രചിക്കപ്പെട്ട മൗലിദ്. 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ സമയത്ത് രചിക്കപ്പെട്ട മറ്റൊരു പ്രധാന മൗലിദ് ഗ്രന്ഥമാണ് അൽ മിസ്കുൽ മുഅത്തർ ഫി മദ്ഹിൻ നബിയിൽ അത്ഹർ എന്ന ഗ്രന്ഥം. മലപ്പുറത്തെ നെല്ലിക്കുത്തിലെ അബൂ റഹ്മത്ത് മുഹമ്മദ് ഫൈഇ ബാക്കവി എന്നവരാണ് ഈ ഗ്രന്ഥത്തിൻ്റെ രചയിതാവ്. നെല്ലിക്കുത്ത് ആലി മുസ്ലിയാരുടെ സഹോദരീ പുത്രൻ കൂടിയാണ് അദ്ദേഹം. ഈ ഗ്രന്ഥത്തിനൊരു പ്രത്യേകതയുണ്ട്. പുള്ളിയില്ലാത്ത അക്ഷരങ്ങൾ കൊണ്ട് എഴുതപ്പെട്ട മൗലിദ് ഗ്രന്ഥമാണിത്. ഇതിനു പുറമെ 20-ാം നൂറ്റാണ്ടിലെ തുടക്കകാലത്ത് രചിക്കപ്പെട്ട മറ്റു 2 പ്രധാനപ്പെട്ട മൗലിദ് ഗ്രന്ഥങ്ങൾ കൂടിയുണ്ട്. ഒന്ന് സമസ്തയുടെ സ്ഥാപക നേതാക്കളിൽ പ്രമുഖരായ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ രചിച്ച തുഹ്ഫത്തുർ റബീഇയാണ്. മറ്റൊന്ന് തൻവീറുൽ അഖ്താർ ഫി മൗലിദി റസൂലിൽ മുഖ്താർ എന്ന മൗലിദ് ഗ്രന്ഥമാണ്. 350 പേജുകളോളമുണ്ട് ഈ മൗലിദ് കിതാബ്. കോടഞ്ചേരിയിലെ മരക്കാർ മുസ്ലിയാരാണ് ഈ മൗലിദ് ഗ്രന്ഥത്തിൻ്റെ രചയിതാവ്. കോടഞ്ചേരിക്കടുത്ത മാറഞ്ചേരിയിലാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാട്. ഇങ്ങനെ 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കകാലത്ത് രചിക്കപ്പെട്ട വളരെ പ്രധാനപ്പെട്ട 6 മൗലിദ് ഗ്രന്ഥങ്ങളെക്കുറിച്ചാണ് നമ്മൾ പരിചയപ്പെടുത്തിയത്. അസ്സലാമു അലൈക്കും.